അനീഷേ. ഞാനിവിടെ എത്തി. ഇവിടെ ആരും കാണുന്നില്ല. എടാ നീ അകത്ത് കയറിക്കോ, അത് തുറന്നടപ്പുണ്ടാവും. എന്നാലും അങ്ങനെ കയറണതൊക്കെ മോശമല്ലേ? അതിന്റെ ഓണർ അങ്ങ് ദുബായിലാ. ആളുടെ വൈഫാണ് അതൊക്കെ നോക്കി നടത്തുന്ന OLX കണ്ട നമ്പറിൽ മെസ്സേജ് ചെയ്തപ്പോ പറഞ്ഞത്. ആ പുള്ളിക്കാരി അതിന്റെ അകത്തുണ്ടാവും. എന്നാലും അങ്ങനെ കയറണതൊക്കെ മോശമല്ലേ? എടാ മധു, മനസ്സിലായി. ഞാൻ കയറിക്കോളാം. കേറ് കേറ്. ഇയാളാണോ ഇവിടെ പുതുതായി താമസിക്കാൻ? ഞാൻ മധു. ഓ, ഞാൻ മാലിനി. അറിയാം, അനീഷ് പറഞ്ഞിരുന്നു. മധു എന്ത് ചെയ്യുന്നു? ഞാനൊരു എഴുത്തുകാരനാണ്. കേട്ടിട്ടില്ലേ, മധു പത്മതലം? ഇതിപ്പോ ഒരു നോവൽ എഴുതാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് നോക്കിയത്. വാവ്, എഴുത്തുകാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് നോവലുകൾ. ഓ, എന്റെ ഭാഗ്യം. ഒന്നുമില്ല. എന്നാ ഞാൻ പോയിക്കോട്ടെ. എവിടെയാ താമസിക്കുന്നേ? ഇവിടെ തൊട്ടടുത്താ. ഓ, എന്താ നോവലിന്റെ പേര്? അത് ഒരു വിന്റേജ് പേരാണ്. എന്താ അത്? ചെങ്കതളി. നന്നായിട്ട് എഴുതു കേട്ടോ. നല്ല വീട്, നല്ല തണുപ്പുള്ള കാലാവസ്ഥ, നല്ല സ്ത്രീ. ഞാൻ ഈ നോവല് പൊളിക്കും. സമ്മതിച്ചു. എന്താ? അല്ല, ഈ വീടിന്റെ മുതലാളി തന്നെ ഇതൊക്കെ ചെയ്യുന്നതേ വല്ലാത്ത. എല്ലായിടത്തും എന്റെ കണ്ണെത്തണമെന്നാ. അല്ല, അതിന്റെ ഒരു വൃത്തിയും വെടുപ്പും മൊത്തത്തിൽ ഈ വീട്ടിൽ കാണാനുണ്ടേ. ആണല്ലേ? അല്ല, എഴുതിയത് എവിടെ? കാണോ? ആ, ഞാനിപ്പോ എടുത്തിട്ട് വരാം. എവിടെ പോവല്ലേട്ടോ? ഏയ്,
ഞാൻ ഞെട്ടിയില്ല. വായിക്ക്. ഓ, പ്രിയപ്പെട്ടൊരു സ്ത്രീയെ കണ്ടുമുട്ടുക, അവളെ ചേർത്ത് പിടിക്കുക, ഉണരുക, ഒരുമിച്ച് പറന്നുകൊണ്ട് പരസ്പരം നോക്കി നിശബ്ദരാവുക. പിരിയാനാണെന്നറിഞ്ഞിട്ടും പരസ്പരം കോർത്ത കണ്ണുകളെ തമ്മിൽ പിരിക്കാതെ വെക്കുക. എന്തൊരനുഭൂതിയാണത്. ബാക്കി വായിക്ക്. കണ്ണുകളെ തമ്മിൽ കോർത്തു നിൽക്കുമ്പോൾ അത് വിടുവിക്കാൻ പറ്റുന്നില്ല. ഓ, അത് ശരി. ബാക്കി വായിക്ക്. അവളുടെ മുടിയിഴകൾ കാറ്റിൽ പറക്കുന്ന കരിയില പോലെ ലക്ഷ്യമില്ലാതെ പാറി. മാമലകളിൽ നിന്ന് കുതിച്ചിറങ്ങുന്ന വെള്ളച്ചാട്ടം പോലെ അവളുടെ വിയർപ്പ് അവനെ ഗ്രസിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് വീണു. അവളുടെ ശ്വാസം കിതയ്ക്കുന്ന മൃഗത്തിൻ്റെ വിശപ്പ് പോലെ അവനെ വല്ലാതെ ഉന്മത്തനാക്കി. തമ്മിലുള്ള സംസാരത്തിനിടയിൽ സാരി ഒന്നിടയ്ക്ക് മാറിയപ്പോൾ അവൻ അവളിൽ ലോകം തന്നെ കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങളുടെ നോവൽ ഹിറ്റാ. പക്ഷേ പണ്ടത്തെ മുത്തുച്ചിപ്പിയിൽ ഇറക്കണമെന്ന് മാത്രം. ഓഹോ, ആക്കിയതാണല്ലേ. പക്ഷെ ഞാൻ നേരത്തെ കണ്ണുകൾ കോർത്തത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നല്ല തവിടും പിണ്ണാക്കിടലായിരുന്നല്ലോ. അത് മധു എവിടം വരെ പോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. പിന്നെ ഈ വീടും വാടകയ്ക്ക് എടുത്ത് ഈ പേപ്പറും പിടിച്ച് തപസരിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇതിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കമ്പിക്കഥകൾ എന്ന പേരിൽ നിറയെ PDF കിട്ടും. ഓ, എനിക്കിങ്ങനെ മാലിനിയെ നോക്കിയിരുന്നാൽ മാത്രം മതി. 1000 PDF-ന് അരമാലിനി എന്നാ എൻ്റെ കണക്ക്. പക്ഷെ നിങ്ങൾ കൊള്ളാം. പോവാണോ? പോവാതെ പറ്റില്ലല്ലോ, അദ്ദേഹം വിളിക്കും. പുള്ളി വന്നോ? ഇല്ല, ഫോണിൽ. ഫോണിൽ എത്ര കാലം എന്ന് വെച്ചാൽ ഇങ്ങനെ ഫോണിൽ മാലിന്യ ഇങ്ങനെ തനിച്ചൊക്കെ താമസിക്കുമ്പോൾ മനസ്സിലെ മോഹങ്ങളൊക്കെ എങ്ങനെ കടിഞ്ഞാനായിട്ട് നിർത്തുന്നു? അതിനൊക്കെ പല ട്രിക്കും ഇല്ലേ മധു? അറിയാം. മാലിനിക്ക് എന്നെ ഒരു ട്രിക്കാക്കിക്കൂടെ എന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ ട്രിക്കാക്കിയ മധുവിന് അതൊരു ബുദ്ധിമുട്ടാണ്. മാലിനി തരുന്ന ബുദ്ധിമുട്ടുകളാണ് എൻ്റെ സന്തോഷം. മാലിനിയോടൊത്തുള്ള നിമിഷങ്ങളാണ് എൻ്റെ സ്വപ്നങ്ങൾ. എന്നെ കാത്ത് അഖില എൻ്റെ ഭർത്താവ് ഇരിപ്പുണ്ട്. അപ്പം അത് പറയുന്ന ചതിയല്ലേ? ചതിയിൽ വഞ്ചനയില്ലെന്നാണല്ലോ. അപ്പോൾ ഞാനതിൽ മുന്നോട്ട് പോകണമെന്നാണോ മധു പറയുന്നത്? എനിക്കങ്ങനെയല്ലാതെ എങ്ങനെയാണ് പറയാൻ സാധിക്കുക മാലിനി? വീണ്ടും ആ കൊളുത്തി വലിക്കുന്ന നോട്ടങ്ങൾ. വരൂ, നടക്ക്. അതെ, ഞാനുള്ള ഭർത്താവാ. എന്താ ഉദ്ദേശം?
വീട്ടിലെന്തോ പ്രശ്നമുണ്ട്. നീ അങ്ങനെ വീണ്ടത് കയറി? ഞാൻ ആ ഗോപിനെ വിളിച്ചപ്പോഴാണ് ഹൗസ് ഓണറുടെ ഭാര്യ തൂങ്ങി മരിച്ചിട്ട് കുറേ നാളായിരുന്നു. ഞാൻ ആ OLX ചാറ്റ് ചെയ്തൊന്നും ഇപ്പൊ ഫോണിൽ കാണില്ല. അതെ, നിങ്ങളാ പറഞ്ഞ തൂങ്ങി മരിച്ച സ്ത്രീയുടെ ഭർത്താവാ ഞാൻ. ha ha ha